പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ കൂടി അനുവദിച്ചതിനെ ഓർത്ത് യേശു ക്രിസ്തുവിന് സ്തുതിയും നന്ദിയും സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ എൻ്റെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ഒരു കാര്യം പ്രത്യേകം വന്നിട്ടുണ്ട്. അതായത് ആണവ സ്ഫോടനം ഉടൻ എന്നാണ് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളതിൻ്റെ എന്താണ്, എവിടെയാണ് ആ വചനം, അത് നമ്മൾ കാണുകയുണ്ടായി. അത് ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിലാണെന്നും ആമോസ് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം തിരുവചനത്തിലാണ്, 10-ാം അല്ലെങ്കിൽ 7-ാം തിരുവചനത്തിലാണ് ഉള്ളതെന്ന് നമ്മൾ കണ്ടു. അങ്ങനെയെങ്കിൽ നമ്മൾ കുറച്ച് കാര്യം കൂടെ അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആമോസ് പ്രവാചകന്റെ പുസ്തകം തന്നെ 3-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനത്തിൽ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു വെക്കുന്നുണ്ട്. ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. സിംഹം ഗർജിച്ചു, ആരാണ് ഭയപ്പെടാതിരിക്കുക? ദൈവമായ കർത്താവ് സംസാരിച്ചു, ആർക്ക് പ്രവചിക്കാതിരിക്കാൻ കഴിയും? അതായത് തൻ്റെ ദാസരായ പ്രവാചകന്മാരെ, അതായത് നമുക്കറിയാം, ലോകം മുഴുവനും ഉള്ള ജനങ്ങൾക്കറിയാവുന്ന ഒരു സത്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിൽ നിന്നാണ് ഈ പ്രവാചകന്മാരെല്ലാം വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കത്തോലിക്ക സഭയിൽ നിന്ന് പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ? നമ്മുടെ കത്തോലിക്ക സഭയിൽ ആരെങ്കിലും പ്രവാചകന്മാരായിട്ടുണ്ടോ? പ്രത്യേകിച്ചും ഈ 2000 ആണ്ടിന് ശേഷം നമ്മുടെ കേരള സഭയിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു പ്രവാചകൻ ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല എന്ന് നമുക്ക് തന്നെ പറയാം. അതിന് കാരണം എന്താണ്? പ്രവാചകനായിട്ട് ആകണമെങ്കിൽ അതിന് കുറേ കണ്ടീഷൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. പക്ഷേ അത് പറയാൻ വേണ്ടിയല്ല ഞാൻ പറയാം. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയിലെ പ്രവാചകന്മാരെക്കാൾ ഏറെ ശക്തമായ പ്രവാചക ദൗത്യത്തിൽ ഉണ്ടായിരുന്ന വ്യക്തികളാണ് ഇസ്രായേൽക്കാരുടെ ദേശത്ത് വന്നത്. അതിൽ ഒരാളായിരുന്നു ആമോസ് പ്രവാചകൻ. ആമോസ് പ്രവാചകനോട് തൻ്റെ ദൈവമായ കർത്താവ് ഹൃദയത്തിൽ തോന്നിപ്പിച്ച് സംസാരിച്ചത് കേട്ടു. പ്രവാചകന്മാർക്ക് ദൈവസ്വരം ശ്രവിക്കാൻ സാധിക്കും. പ്രവാചകന്മാർക്ക് ദൈവിക ദർശനങ്ങളുണ്ടാവും. പ്രവാചക വരമുള്ളവർക്ക് ദൈവിക മെസ്സേജുകൾ, സന്ദേശങ്ങൾ, ജ്ഞാനം ലഭിക്കും. അങ്ങനെ ലഭിച്ച ഒരു പ്രവാചകനായിരുന്നു ആമോസ് പ്രവാചകൻ. ആ ആമോസ് പ്രവാചകൻ ഇസ്രായേലിൽ ജനിച്ചപ്പോൾ ഇസ്രായേലിൽ ജനിച്ച ആ പ്രവാചകനോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. അന്ന് പ്രവാചകൻ ആമോസിനോട് പറഞ്ഞു, ഇതാ ഞാൻ ആണവ മിസൈലുകൾ സൃഷ്ടിക്കും. ആ ആണവ മിസൈലുകൾ ഗാസയുടെ നഗരങ്ങളിൽ വന്ന് വീഴും. അങ്ങനെ വീഴുമ്പോൾ ഗാസ എന്ന രാഷ്ട്രം ഉണ്ടായിരിക്കുകയില്ല. എന്നിട്ട് കർത്താവ് പറയുകയാണ്, എന്നിട്ട് വ്യക്തമായി, ശത്രു നിങ്ങളുടെ ദേശം വളയും, നിങ്ങളുടെ പ്രതിരോധങ്ങൾ തകർത്ത് കോട്ടകൾ കൊള്ളയടിക്കും. ഇത് കർത്താവ് പറയുകയാണ്. അത് അന്നത്തെ കാലത്തെ പ്രവാചകനെ കൊണ്ട് പറഞ്ഞതാണെങ്കിൽ ഇന്ന് നമ്മൾ എന്താണ് കാണുന്നത്? ആ എഴുതി വെച്ച വചനങ്ങൾ അന്വർത്ഥമാകുന്നു. ആ എഴുതി വെച്ച വചനങ്ങൾ അതേപടി സംഭവിക്കുന്നു. ഞാൻ ഗാസയുടെ മതിൽമേൽ അഗ്നി അയക്കുമെന്ന് പറയുമ്പോൾ ഇന്ന് അഗ്നി അയക്കാൻ തക്ക വിധം ഉള്ള ഒരു പശ്ചാത്തലം ഗാസയുടെ ഭൂപ്രദേശത്തിന്മേൽ അണിനിരക്കുമ്പോഴാണ് ഈ യാഥാർത്ഥ്യം വളരെ ഭയത്തോടു കൂടി ഇന്നത്തെ ലോകം, ഇന്നത്തെ ജനം ശ്രമിക്കുന്നത്. അതിനെ തണുപ്പിക്കുവാൻ വേണ്ടിയിട്ട്, ആ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഡൊണാൾഡ് ട്രംപൊക്കെ ഒരു പരിധിവരെ ഇസ്രായേലിൻ്റെ കൂടെ നിന്ന് ആ ആണവ സ്ഫോടനം ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നത്. ആണവ സ്ഫോടനം ഉണ്ടായാൽ എന്തു സംഭവിക്കുന്നു വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട്. ഈ ആണവ സ്ഫോടനങ്ങളുടെ പശ്ചാത്തലം ഏറ്റവും കൂടുതൽ പൊട്ടാൻ, ആണവ സ്ഫോടനം നടക്കാനുള്ള ഏറ്റവും വലിയ പശ്ചാത്തലം, ലോകത്തെ ഏറ്റവും കൂടുതൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം ഒന്ന് ഗാസയും മറ്റൊന്ന് നമുക്കറിയാം ഇപ്പോൾ ഉക്രൈനൊക്കെയാണ്. എന്നിട്ടും നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഉക്രൈനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് ഇത്രയും 1 വർഷം, 2 വർഷം, 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അവിടെ ആണവ ആയുധങ്ങൾ ഇടാത്തത്? ഇപ്പോൾ പുടിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, റഷ്യൻ ഗവൺമെൻറ് എന്തുകൊണ്ട് അണുവായുധം ഉപയോഗിക്കുന്നില്ല? അല്ലെങ്കിൽ ഇസ്രായേൽ ജനം എന്തുകൊണ്ട് ഗാസയുടെ മേൽ ഇപ്പോൾ അണുവായുധം ഉപയോഗിക്കുന്നില്ല? അതിൻ്റെ പിന്നിൽ ഒരേ ഒരു കാരണമാണുള്ളത്. പ്രിയ സഹോദരൻ, അത് മനസ്സിലാക്കണം. ആദ്യമായി ലോകത്തിൽ ആണവ ആയുധങ്ങൾ ഇടുന്നത് ഗാസയുടെ മതിൽമേലായിരിക്കും. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ, ഇപ്പോഴൊന്നുമല്ല. അത് ദൈവമായ കർത്താവ് എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇടുമ്പോൾ ഈ ലോകത്തിൽ എന്ത് സംഭവിക്കും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം അതിനെ എങ്ങനെ വീക്ഷിക്കണം? അങ്ങനെ ഒരു ആണവ സ്ഫോടനം ഗാസയിലെയോ ഉക്രൈനിലോ സംഭവിച്ചാൽ
ലോകത്ത് എന്തു സംഭവിക്കുന്നു കൂടി നമ്മൾ അറിയണം. അതുകൊണ്ട് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. കർത്താവ് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇസ്രായേലിനെ അവൻ്റെ അതിക്രമങ്ങൾക്ക് ഞാൻ ശിക്ഷിക്കുമ്പോൾ ബഥേലിലെ ബലിപീഠങ്ങൾ ഞാൻ തകർത്തു കളയും. അത് ഇസ്രായേലിന് ശിക്ഷ വരുന്നുണ്ട് പുറകെ. കാരണം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൽ നിന്ന് അകന്നിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽക്കാർ ജീവിക്കുന്നത് എന്ന് നമുക്ക് കുറേയേറെ കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവപ്രമാണങ്ങളിൽ നിന്നും അവർ അകന്നുപെടും. പ്രത്യേകിച്ചും കത്തോലിക്ക നമ്മുടെ പ്രിയപ്പെട്ട ബൈബിൾ, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ശ്രവിക്കുന്നില്ല ഇസ്രായേൽക്കാർ. കുറേയേറെ ഇസ്രായേൽക്കാർ ക്രിസ്ത്യാനികളൊക്കെ ഉണ്ടെങ്കിലും ഇസ്രായേൽക്കാർ സുവിശേഷത്തെ ആസ്പദമാക്കിയല്ല ഇപ്പോൾ പോകുന്നത്. അവർ പഴയ നിയമഗ്രന്ഥത്തിലെ അതിൻ്റെ തോറയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞ കർത്താവിൻ്റെ ശിക്ഷ നിങ്ങളുടെ പുറകെ വരുന്നുണ്ട്, പക്ഷെ അത് കുറച്ചുകൂടെ മുന്നോട്ട് പോയതിന് ശേഷമാണ്. കാരണം ദൈവത്തിൻ്റെ ശക്തമായ പ്രവാചകന്മാർ പറഞ്ഞു കൊടുത്ത വചനത്തിൽ നിന്ന് വ്യതിചലിച്ചാണ് പലപ്പോഴും പല നിയമങ്ങളിലും അവർ പോകുന്നതും എന്ന് കർത്താവ് സങ്കടത്തോടെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഞാൻ ശിക്ഷിക്കുമ്പോൾ ബഥേലിലെ ബലിപീഠങ്ങൾ ഞാൻ തകർത്തു കളയും. ബലിപീഠങ്ങളെ വളർക്കോൺ ഞാൻ വിച്ഛേദിക്കും, അവ നിലംപതിക്കും. അവൻ്റെ ഹേമന്ത വസതികളും ഗ്രീഷ്മകാല ഭവനങ്ങളും ഞാൻ നശിപ്പിക്കും. ദന്തനിർമ്മിതമായ ഭവനങ്ങൾ തകർന്നു പോകും, മഹാസൗധങ്ങൾ നാമാവിശേഷമാകും. കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവനെ, ഇത് നമുക്കറിയാം, ഏതാണ്ട് 3000 വർഷങ്ങൾക്ക് എഴുതപ്പെട്ട വചനമാണ്. എന്നാൽ ഇതേ സംഭവം തന്നെ ഇനിയും ഒരു ആവർത്തനം കൂടെ ഭൂമിയിൽ വരുന്നുണ്ട്. അതായത് ഇനിയും ഇസ്രായേൽക്കാർ വലിയൊരു ജെറുസലേം ദേവാലയം പണിയും. അതിൻ്റെ ഇന്നത്തെ വളർക്കോടെന്ന് പറയുന്നത് അന്നത്തെ മരങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു മോഡലിനെ കുറിച്ചായിരുന്നു കർത്താവ് പറഞ്ഞത്. അത് ഇനി ഉണ്ടാക്കുന്നത് ഒരിക്കലും ഒരു മരം കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കില്ല, അത് കോൺക്രീറ്റ് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ തത്തുല്യമായ സംവിധാനങ്ങൾ കൊണ്ടോ ആയിരിക്കും. എന്നാലും അതിൻ്റെ ആ സംവിധാനങ്ങൾ ഏകദേശം അതേ തന്നെയായിരിക്കും പുതിയതായിട്ടുണ്ടാക്കുന്ന ജെറുസലേം ദേവാലയത്തിൻ്റെ. അപ്പോൾ കർത്താവ് പറയാണ്, നിങ്ങൾ അല്ല എങ്കിൽ, നിങ്ങൾ ജ്ഞാനത്തിലല്ല എങ്കിൽ, എൻ്റെ വചനങ്ങൾ നിങ്ങൾ ശ്രവിക്കുന്നില്ല എങ്കിൽ, അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോവുകയാണെങ്കിൽ, നിങ്ങൾ വിശ്വാസത്തെയും വിശുദ്ധിയും വെടിയുകയാണെങ്കിൽ, നിങ്ങൾ കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ വിശുദ്ധീകരണ പ്രക്രിയ ആരംഭിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ തീക്ഷ്ണത ജ്വലനങ്ങൾ കൂടുതലായിട്ട് ജ്വലിക്കുന്നില്ല എങ്കിൽ, കർത്താവ് പറയുന്ന ബലിപീഠങ്ങളെ വളരെ കുറഞ്ഞ് വിച്ഛേദിക്കും, അവ നിലംപതിക്കും. അവൻ്റെ ഹേമന്ത വസതികളും ഗ്രീഷ്മകാല ഭവനങ്ങളിൽ ഞാൻ നശിപ്പിക്കും. ദന്തനിർമ്മിതമായ ഭവനങ്ങൾ തകർന്നു പോകും, മഹാസൗധങ്ങൾ നാമാവിശേഷമാവും. കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ആണവ സ്ഫോടനം ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ എടുത്തിട്ടാൽ പിന്നെ സംഭവിക്കുന്നത് ഈ ലോകത്ത് കാണുന്ന എല്ലാ കെട്ടിടങ്ങളും, ഭൂമിക്ക് മേലെ ഉയർന്നു നിൽക്കുന്ന എല്ലാ കെട്ടിടങ്ങളും താഴെ വീഴും. കർത്താവ് പറയുകയാണ്, അത് ആണവ സ്ഫോടനം ഒരാളിട്ടാൽ പിന്നെ അത് മറ്റുള്ളവർക്ക് ഇടാനുള്ള പ്രേരണ കിട്ടുകയും അങ്ങനെ ആണവ യുദ്ധം വിവിധ മേഖലകളിലേക്ക്, ഇപ്പോൾ പുടിനാണെങ്കിലും ഉക്രൈന് നേരെ ഇടാൻ നിൽക്കുന്നത്, ലോകത്ത് ഇതുവരെ ആരും ആണവയുദ്ധം അനുഭവം വിട്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഒരാൾ ഇട്ടു എന്നൊരു കാരണത്താൽ മതി, ആ കാരണത്തിൻ്റെ പിന്നാലെ ലോകത്ത് വീണ്ടും വലിയ ആണവ സ്ഫോടനങ്ങൾ ഉണ്ടാകും, വലിയ ആണവ യുദ്ധങ്ങൾ തന്നെ സംഭവിക്കും. അത്രമാത്രം ഭയാനകമായ പശ്ചാത്തലം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഈ ഗസയുടെ മേൽ കർത്താവ് ഈ ശിക്ഷാ നടപടി നടപ്പാക്കും എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം ഇവർ തമ്മിലുണ്ടാക്കുന്ന കരാറുകൾ മാസങ്ങൾ പോലും നിൽക്കാറില്ല, അതൊക്കെ വളരെ പെട്ടെന്ന് മാറും. കാരണം അവിടെ നടക്കുന്നത് മുഴുവനും മനുഷ്യഹത്യകളാണ്. മനുഷ്യർക്ക് വില നൽകാത്ത കാലം, മനുഷ്യജീവനെ വെറുതെ ഒരു പട്ടിയുടെ വില പോലും ഇല്ലാത്ത വിധം വെടിവെച്ചു കൊള്ളുന്ന കാലം. ഏത് സമൂഹമായാലും, ഏത് രാജ്യമായാലും, ഏത് ഭരണഘടനയായാലും, ഏത് വിശ്വാസമായാലും, മനുഷ്യൻ എന്ന ആ ആശയം, മനുഷ്യൻ എന്ന ആ സത്യം, മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയും പ്രപഞ്ചവും ലോകവും നിയമവും നീതിയും കോടതിയും മതവും എല്ലാം സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ ആ മനുഷ്യനെ മനുഷ്യനായി കാണാതെ മനുഷ്യനെ സ്നേഹിക്കേണ്ടതിന് പകരം കൊല്ലപ്പെടുന്ന അവസ്ഥയിൽ അനീതിയും ദുഷ്ടതയും തിന്മയും പെരുകുമ്പോൾ അവിടെ സർവശക്തനായ ദൈവം തൻ്റെ അവസാന കൈയായ ആണവ സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ട് ആണുബോംബുകൾ എടുത്തിടാൻ തൻ്റെ പ്രവാചകന്മാർക്ക് ഉത്തരം കൊടുക്കുമ്പോൾ അവരെടുത്ത് ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഭൂമിയുടെ ബാലൻസ്, ഭൂമിയുടെ സമനില തെറ്റുമെന്നും, എന്നാൽ പ്രിയ സഹോദരങ്ങളെ അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് കർത്താവ് പറയുന്നുണ്ട്. അത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 39-ാം അധ്യായം 9-ാം തീയതി പറഞ്ഞ് അത് സംഭവിക്കുക തന്നെ ചെയ്യും. അന്ന് ഇസ്രായേൽ നഗരിൽ വസിക്കുന്നവർ പറഞ്ഞ് ഞാൻ തന്നിട്ടുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ആ വചനം കിടപ്പുണ്ട്. അപ്പോൾ അത് സംഭവിക്കാൻ പോകുന്ന ഘട്ടം ഘട്ടമായിട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയിലാണ് ഇന്ന് ലോകമുള്ളത്. എസെക്കിയേൽ പ്രവചനത്തിൽ പറഞ്ഞ ആ വചനത്തിലേക്ക് ലോകം നടന്നെടുക്കുകയാണ്. 2027 കാലഘട്ടം വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്
എഴുതി വച്ച വചനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽക്കാരുടെ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിൻ്റെ നിയമങ്ങളും സമയം അതിൻ്റെ പകുതിയും എല്ലാം എത്തുമ്പോൾ അവർക്ക് വ്യക്തമായിട്ടറിയാം, ഇനി മുന്നോട്ട് നോക്കിയിട്ട് കാര്യമില്ല, ഇനി ഒതുക്കേണ്ടവരെ ഒതുക്കേണ്ടതാണ്, നശിപ്പിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഈ ആണവ ആയുധങ്ങളെടുത്ത് ഉപയോഗിക്കുമ്പോൾ അവിടെ പറയുന്ന സംഭവങ്ങൾ എന്താണ്? കർത്താവ് അവൻ നിലംപതിക്കും, അവൻ്റെ ഹേമന്ത വസതികളും ഗ്രീഷ്മകാല ഭവനങ്ങളിൽ നശിപ്പിക്കും, ദന്തനിർമ്മിതമായ ഭവനങ്ങൾ തകർന്നു പോകും, മഹാസൗധങ്ങൾ നാമാവിശേഷമാകും. കർത്താവ് ചെയ്യുന്നു. പ്രിയപ്പെട്ടെ, ലോകത്ത് മുഴുവൻ ഉയർന്നു നിൽക്കുന്ന എത്രയോ മണിസൗധങ്ങൾ, ഇസ്രായേൽ ദുബായിലെ ബുർജ് ഖലീഫ, അതുപോലെ ഫ്രാൻസിലെ ഈഫൽ ഗോപുരങ്ങൾ, അമേരിക്കയിലെ വലിയ 60-100 നില വലിയ കെട്ടിടങ്ങൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭീമാകാരമായ കെട്ടിടങ്ങൾ, വൈറ്റ് ഹൗസ് പോലുള്ള വലിയ മഹത്വമാർന്ന സ്ഥലങ്ങൾ, കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, അങ്ങനെ ലോകത്തിൻ്റെ വിവിധങ്ങൾ, പള്ളിയായാലും ഭവനമായാലും മറ്റ് സ്ഥാപനങ്ങളിലെ കെട്ടിടങ്ങളായാലും എല്ലാവിധ കെട്ടിടങ്ങളെയും കർത്താവ് താഴെയിടുമെന്നും മനുഷ്യൻ്റെ അഹങ്കാരത്തിന് ഒരു പരിധിയുണ്ടെന്നും മനുഷ്യൻ കാണിച്ചു കൂട്ടുന്ന തെറ്റുകൾ ചെറുതല്ല എന്നും കർത്താവ് പറയണം. ഇനി മറ്റൊരു വചനം കൊണ്ട് നിങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ 2-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനത്തിൽ ഒരു വലിയ നിഗൂഢ രഹസ്യത്തെ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്. ആമോസ് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 7-ാം തിരുവചനം. കർത്താവ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പറയുന്നത്. കർത്താവ് അറിയിച്ചു, ഇസ്രായേൽ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്ക് ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. അവർ നീതിമാന്മാരെ വെള്ളിക്ക് വിൽക്കുന്നു, ഒരു ജോഡി ചെരുപ്പിന് സാധുക്കളെയും പാവപ്പെട്ടവരുടെ തല അവൻ പൂഴിയിൽ ചവിട്ടി മതിക്കുന്നു, ദരിദ്രരെ വഴിയിൽ നിന്ന് തള്ളിമാറ്റുന്നു, അപ്പനും മകനും ഒരേ യുവതിയെ പ്രാപിക്കുന്നു. ആ ഒരു വചനം പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇത് പഴയ കാലത്ത് 3000 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണെങ്കിൽ അന്ന് സംഭവിച്ചതിൻ്റെ തനി ആവർത്തനം ഇന്ന് ലോകത്ത് സംഭവിക്കുമ്പോൾ, ഇന്ന് ദൈവമായ കർത്താവ് ഏറ്റവും കൂടുതൽ കോപിഷ്ഠനാകാൻ, ക്രോധം കൊണ്ട് ജ്വലിക്കാൻ കാരണം സ്വന്തം ഭാര്യയെ മാത്രമല്ല ഇന്ന് മനുഷ്യൻ ഉപയോഗിക്കുന്നത്. സ്വന്തം ഭാര്യയെ വിവാഹം കഴിച്ച് ഭാര്യയ്ക്ക് 1-2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ ശേഷം ഭാര്യ ഉപേക്ഷിച്ച് പോകുന്നൊരു പ്രവണത ലോകത്ത് കൂടി വരികയാണ്. അപ്പൻ സ്വന്തം ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കുന്നു, സ്വന്തം ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നു, മക്കളെ അനാഥരാക്കി വിട്ടുകൊണ്ട് ഭാര്യയും ഭർത്താവും ഡൈവോഴ്സിന് കൊടുക്കുന്നു. പിന്നെ വരുന്ന കുറേ പേരുകൾ ഡിവോഴ്സുകൾ, മറ്റൊന്നാണ് ലിവിങ് ടുതറുകൾ, പിന്നെ ഇങ്ങനെ എന്തൊക്കെയോ പേര് പറഞ്ഞ് ഒരു സോദോം ഗോമോറയുടെ ഉദ്ഘാടനം ഭൂമിയിൽ സംഭവിക്കാനുള്ള എല്ലാ പശ്ചാത്തലവും തെളിഞ്ഞു നിൽക്കുമ്പോൾ കർത്താവിന് അപ്പനും മകനും ഒരേ യുവതിയെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു ഭാഷ, വ്യക്തമായ ഭാഷയാണ് ബ്ലൂ ഫിലിം കാണുന്നത് പറയുന്നത്. നമുക്ക് ഈ ലോകം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിലർക്ക് ധാരാളം പറഞ്ഞു കേട്ടിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും ആ സംഭവത്തിൽ സുന്ദരികളായ സ്ത്രീകളെ കാണാമെന്നും അത് ധാരാളം ആളുകൾ കാണുകയാണ്. അപ്പോൾ കർത്താവ് പറയുന്നത്, ഇത്തരം തിന്മ ചെയ്യുന്നവരെ കർത്താവ് എങ്ങനെയാണ് ശിക്ഷിക്കുന്നത്? തൻ്റെ മാരകമായ ആണവ ആയുധങ്ങൾ കൊണ്ട് കർത്താവിനെതിരെ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തിയുള്ളവരുടെ നേരെ സർവശക്തനായ ദൈവം തൻ്റെ ആണവ ആയുധങ്ങളെടുത്ത് ഉപയോഗിക്കുമെന്നും അവിടെ കത്തിച്ച് ചാമ്പലാക്കുമെന്നും സർവശക്തനായ ദൈവം എഴുതി വച്ച കാലഘട്ടം അന്ന് 3000 വർഷങ്ങൾക്ക് മുമ്പാണ് എഴുതിയെങ്കിൽ ഇന്ന് 2025 കാലഘട്ടത്തിന് ശേഷമുള്ള ഇനി വരാനിരിക്കുന്ന 2027 മുതൽ കാലഘട്ടങ്ങളിൽ ഈ സംഭവങ്ങൾ ലോകത്ത് വീണ്ടും അരങ്ങേറുമ്പോൾ, ലോകത്ത് വീണ്ടും അത് കാണുമ്പോൾ, ലോകം മുഴുവൻ ആ സ്റ്റേജിലേക്ക് എത്തപ്പെടുമ്പോൾ സംഭവിക്കാൻ പോകുന്ന വളരെ വലിയ ഭയാനകമായ സംഭവമാണ് ഞാനീ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അവിടെ കർത്താവാണ് ഗാസയുടെ മതിൽമേൽ ഞാൻ അഗ്നിയിക്കും. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, 7 മതിലിന്മേൽ ഞാൻ അഗ്നിയിക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. അത് ഗാസയുടെ മതിൽ മാത്രമല്ല, ഞാൻ ടൈറിൻ്റെ മതിൽമേൽ അഗ്നിയിക്കും, തേമാനിമിൻ്റെ മേൽ ഞാൻ അഗ്നിയിക്കും എന്ന് കർത്താവ് ഓരോന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ആകയാൽ ഞാൻ റബ്ബായുടെ മതിൽമേൽ അഗ്നിയിക്കും, മൊബാവിൻ്റെ മേൽ ഞാൻ അഗ്നിയിക്കും, യൂദായ്ക്ക് മേൽ ഞാൻ അഗ്നിയിക്കും. ഇതെല്ലാം കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ 1-2 സ്ഥലങ്ങൾക്ക് നേരെയല്ല തിന്മ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അപ്പനും മകനും ഒരേ യുവതിയെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ ആ സംഭവം ഇന്ന് ലോകത്തെത്തപ്പെട്ടു. ഇനിയിപ്പോൾ അത് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെ വലിയ റോബോട്ട് പോലത്തെ ഉള്ള സംവിധാനങ്ങൾ വരാൻ പോവുകയാണ്. അതൊക്കെ വരാനിരിക്കുകയാണ്. അപ്പോൾ ഒരു സോദോം ഗോമോറയുടെ ഉദ്ഘാടനം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്, ലോത്തിൻ്റെ നോഹയുടെ ദിനങ്ങളെ പോലെ ആയിരിക്കും മനുഷ്യത്തിനാഗമനം. ലോത്തിൻ്റെ നാളിൽ സംഭവിച്ചതെങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും മനുഷ്യ ദിവസങ്ങളിലും. അപ്പോൾ കർത്താവ് പറയാണ്, ഞാൻ ഗാസിൻ്റെ മതിൽ അഗ്നിയിക്കും, ഞാൻ
ഹേമന്ത വസതികളും ഗ്രീഷ്മകാല ഭവനങ്ങളും നശിപ്പിക്കും. ദന്തനിർമ്മിതമായ ഭവനങ്ങൾ തകർന്നു പോകും. മഹാസ്വതകൾ നാമാവിശേഷമാകും. കർത്താവ് ചെയ്യുന്നു. ഇന്ന് ലോകത്ത് പടുത്തുയർത്തപ്പെട്ട മുഴുവൻ കെട്ടിടങ്ങളും എല്ലാ കെട്ടിടങ്ങളും ഭൂമിയിൽ നിലം പതിക്കുമെന്നും ഹേമന്തകാല വസതികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീഷ്മകാല ഭവനങ്ങൾ, അതായത് നമ്മുടെ ഇന്നത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ടൂറിസ്റ്റ് സെൻ്ററുകൾ, അതെല്ലാം തിന്മയുടെ മേഖലകളുടെ മദ്യപാനത്തിൻ്റെയും മധുരോത്സവത്തിൻ്റെയും ഒക്കെ ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കുന്ന, പ്രശ്നങ്ങൾ കാണിക്കുന്ന ഇത്തരം സ്ഥലങ്ങൾ മനുഷ്യന് പണം ധാരാളമായിട്ടുണ്ടാകുമ്പോഴാണ് മനുഷ്യൻ ടൂറിസ്റ്റുകളായിട്ട് ടൂർ തേടി ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ പോവുക. അവിടെ ചെല്ലുമ്പോൾ മദ്യമായി മറ്റെല്ലാ സംവിധാനങ്ങളുമായി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് ലോകത്ത് മുഴുവൻ നിങ്ങൾ നോക്കുമ്പോൾ എവിടെ നോക്കിയാലും തിന്മയല്ലാതെ ഒരു സ്നേഹത്തിൻ്റെ ഭാഷ, ഒരു സൗമ്യതയുടെ ഭാഷ, ഒരു എളിമയുടെ ഭാഷ, ഒരു ശാന്തതയുടെ ഭാഷയില്ല. എല്ലാ പച്ചക്കറികളും ഭക്ഷണ സാധനങ്ങളും വിഷം കയറി മൂടിയിരിക്കുന്നു. എല്ലാ ജോലി സ്ഥലങ്ങളും അനീതി നിറഞ്ഞിരിക്കുന്നു. എല്ലാ പ്രാർത്ഥനാലയങ്ങളും അശുദ്ധിയും മ്ലേച്ഛതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ലോകം മുഴുവനും എല്ലാ മനുഷ്യനെ കണ്ണും കാതും അശുദ്ധിയിൽ ഊന്നിയിരിക്കുന്നു. എല്ലാം കേൾക്കുന്ന മ്ലേച്ഛതകൾ, എല്ലാം കാണുന്ന അശുദ്ധികൾ, എല്ലാം ജഡവികാരത്തെ ഉദ്വേജിപ്പിക്കുന്നത്. അങ്ങനെ മനുഷ്യനിൽ വിശുദ്ധി, വിശ്വാസം, ദൈവമായിട്ടുള്ള ബന്ധം, ദൈവമായിട്ടുള്ള സ്നേഹം നഷ്ടപ്പെടുത്തി അശുദ്ധിയിലൂടെ മനുഷ്യൻ നടന്നു നീങ്ങുമ്പോൾ കർത്താവ് പറയാണ്, ഇതാ ഞാൻ ഓരോ മതിലുമേൽ, അത് ഇസ്രായേൽക്കാരെ സംബന്ധിച്ചാണ് പറഞ്ഞതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ വചനം ഇന്നത്തെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ലോകം മുഴുവനുള്ള ഓരോ രാഷ്ട്രങ്ങളും, മതിലെന്ന് പറയുന്നത് ഓരോ രാഷ്ട്രങ്ങളും അതിൻ്റെ അതിർത്തി പ്രദേശമാണ്. അതിൻ്റെ അതിർത്തി പ്രദേശങ്ങളെയാണ് ഓരോ രാഷ്ട്രങ്ങളുടെയും അതിർത്തി പ്രദേശങ്ങൾ മതിൽ പറഞ്ഞത്. ഇന്ത്യയുടെ മതിൽ ചൈന, ചൈനയുടെ മതിൽ ഇന്ത്യ, മറ്റൊന്നാണ് പാകിസ്ഥാൻ്റെ മതിലാണ്, അവർക്ക് നമ്മളൊരു മതിലാണ്. അങ്ങനെ ഓരോ രാഷ്ട്രങ്ങളും മതിലായിട്ടിരിക്കുമ്പോൾ സർവശക്തനായ കർത്താവ് പറയാണ്, ഓരോ മതിലിന്മേലും ഞാൻ അഗ്നി അയക്കും. കാരണം അത് ഇങ്ങോട്ടെത്തി. കാരണം നമുക്കറിയാം, ഓരോ രാഷ്ട്രങ്ങളും തൻ്റെ എതിർ രാഷ്ട്രങ്ങളിലേക്ക് ആണോ മിസൈലുകളെ തിരിച്ചു വെച്ചുകൊണ്ടാണ് ലോകം മുന്നോട്ട് പോകുന്നത്. അതിനെ പ്രിയ സഹോദരങ്ങളെ, സർവശക്തനായ ദൈവം തൻ്റെ പ്രവാചകന്മാർക്ക് അരുളി ചെയ്യാതെ, ആമോസ് പുസ്തകം 3-ാം അധ്യായം 7-ാം തിരുവചനം, ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. സിംഹം ഗർജിച്ചു, ആരാണ് ഭയപ്പെടാതിരിക്കുക? ഏതാണ് സിംഹം? ആരാണ് സിംഹം? ഇസ്രായേലാണ് സിംഹം. ഇസ്രായേൽ എന്ന രാഷ്ട്രമാണ് സിംഹം. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, 1-ാം മുദ്ര പൊട്ടുമ്പോൾ ഇസ്രായേൽ എന്ന രാഷ്ട്രം ഒരു സിംഹത്തെ പോലെ ലോകത്തിൻ്റെ നേരെ പാഞ്ഞെടുക്കുമ്പോൾ കർത്താവാണ് ആ ഇസ്രായേലിനെ നയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയാണ്, സിംഹം ഗർജിച്ചു, ആരാണ് ഭയപ്പെടാതിരിക്കുക? അത്ര വ്യക്തമായിട്ട് കർത്താവ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ ഉടൻ എത്തി വരാൻ പോകുന്നത്, ഉടൻ ആകാൻ പോകുന്നത് ഒരു ആണവ സ്ഫോടനമാണ്. ആ ആണവ സ്ഫോടനത്തോടുകൂടി ലോകത്തെ മുഴുവനും വലിയ കലാപങ്ങൾ, വലിയ ആണവ സ്ഫോടനങ്ങൾ, കെട്ടിടങ്ങളെല്ലാം തകർന്നു വീഴുന്ന അവസ്ഥ, യുദ്ധം അതിൻ്റെ മറ്റൊരു സ്റ്റേജിലേക്ക് പോകുന്ന അവസ്ഥ, ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് സ്റ്റെപ്പായിട്ട് ഓരോന്നോരോന്ന്, അതായത് തൻ്റെ പ്രവാചകന്മാരെ ദൈവം അറിയിച്ച രഹസ്യം നിവൃത്തിയാകുമെന്നൊരു വചനം വെളിപാടുണ്ട്. അപ്പം നിവൃത്തിയാകുമെന്ന് പറഞ്ഞാൽ പടിപ്പടിയായി സംഭവിക്കുക, ഘട്ടം ഘട്ടമായി സംഭവിക്കുക. അതിൻ്റെ അർത്ഥം ഘട്ടം ഘട്ടമായി സംഭവിക്കുക എന്നുള്ളത് നിശ്ചയമായി സംഭവിക്കുന്നതാണ് ആ വചനത്തിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ലോകമന്ത്യത്തിലേക്ക് അടുത്തു കഴിഞ്ഞു. യുഗം അതിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് സമാധാനവും ഭദ്രതയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവേദന എന്ന പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിബദിക്കുക എന്ന് പറഞ്ഞാൽ പടിപ്പടിയായിട്ട് സംഭവിക്കുകയാണ്. അത്രമാത്രം ലോകം അന്ത്യത്തിലേക്ക് അടുത്തിട്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനത്തിൻ്റെ മഹത്വത്തെ നാം ഊന്നി ചിന്തിക്കണം. ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ മഹത്വം. കാരണം ലോകത്തു നിന്ന് മരണത്തെ എടുത്തു മാറ്റിയത്, മരണത്തിനപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ടെന്ന് പഠിപ്പിച്ചത്, മരിക്കുന്ന മനുഷ്യനെ ഉയർത്തെഴുന്നേൽക്കുന്നത് പഠിപ്പിച്ചത്, മരിക്കുന്ന മനുഷ്യനെ ഉയർത്തെഴുന്നേറ്റ് കാണിച്ചു തന്നത്, ഇനി വീണ്ടും നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി നിത്യതൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ ഒരു സ്ഥിരത തരുന്നത്, അങ്ങനെ വാഗ്ദാനം ചെയ്തത് കാണിച്ചു തന്ന ഒരേ ഒരു ദൈവം, ഒരേ ഒരു മനുഷ്യൻ, ഒരേ ഒരു ജ്ഞാനി, ഒരേ ഒരു വിശുദ്ധിയുള്ള നീതിബോധമുള്ള മനുഷ്യൻ, അത് യേശു ക്രിസ്തു മാത്രമാണ്. ആ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ്, അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ കാലഘട്ടം അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആണവ സ്ഫോടനങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടുവേണം നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ. അതിനാ പ്രിയ സുഹൃത്തുക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം നമ്മെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ജ്ഞാനിയാക്കട്ടെ, വിശുദ്ധീകരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം. കാരണം നമ്മുടെ മുമ്പിൽ ഒരു ആണവ സ്ഫോടനത്തിലുള്ള പശ്ചാത്തലം തെളിഞ്ഞു നിൽക്കുകയാണ്. അതിനാൽ യേശുവിൻ്റെ വചനവുമായിട്ട് ബന്ധപ്പെട്ട്, യേശുവിൻ്റെ വിശുദ്ധ ലിഖിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിനെ, ശരീരത്തിൻ്റെ ആത്മാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു മുന്നോട്ടുള്ള ജീവിതത്തെ നമുക്ക്
മുമ്പിൽ പടുത്തുയർത്താം. അതിനെ നമ്മളെ ഓരോരുത്തർ സർവസ്വനായ ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ.